റഷ്യ ഉക്രൈൻ യുദ്ധം കൂടുതൽ കൂടുതൽ സംഭവ വികാസങ്ങളിലേക്ക് വഴിമാറുകയാണ്. ഉക്രൈന്റെ വിദേശകാര്യ പ്രതിനിധി, അമേരിക്കയിലെ വിദേശകാര്യ പ്രതിനിധി പറഞ്ഞത് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമാണെന്നും മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു എന്നുമൊക്കെയാണ്. റഷ്യയുടെ അത്യന്താധുനികമായ മിസൈലുകൾ, പുതിയ മിസൈലുകളുടെ പരീക്ഷണശാലയായി ഉക്രൈൻ മാറി. ഉക്രൈൻ വെന്തെരിയുകയാണ് ഇപ്പോൾ. അതിനൊക്കെ പുറമെ പുതിയ ഒരു വാർത്ത വന്നിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹൂത്തി വിമതർ റഷ്യയിൽ എത്തിയിരിക്കുന്നു, റഷ്യൻ സേനയ്ക്കൊപ്പം പോരാടാൻ. നേരത്തെ ഉത്തര കൊറിയൻ സൈനികർ റഷ്യയിൽ എത്തിയിരുന്നു. 12,000 ഉത്തര കൊറിയൻ സൈനികരാണ് റഷ്യയിൽ എത്തിയത്. അവർ റഷ്യൻ സൈന്യത്തോട് ചേർന്ന് പോരാട്ടം തുടങ്ങിയ ദിവസങ്ങളിൽ തന്നെ ഉക്രൈന് വലിയ നാശനഷ്ടം ഉണ്ടായി. ഇപ്പോൾ ഹൂത്തി വിമതരുടെ പടയും റഷ്യയിലേക്ക് എത്തിയിരിക്കുന്നു ഉക്രൈനെ നേരിടാൻ. ലോകം ആശങ്കാകുലമാണ്. ഒരുപാട് ആശങ്കകൾ ലോകത്ത് നിലനിൽക്കുന്നു. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു ലോകം. അത് ഏത് നിമിഷവും സംഭവിക്കാം. ഉക്രൈന്റെ നിലപാടുകൾ വളരെ ഗുരുതരമായ നിലപാടുകളാണ്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ സഹായമുണ്ടെന്ന് കരുതി, നാറ്റോ രാജ്യങ്ങളുടെ സഹായമുണ്ടെന്ന് കരുതി റഷ്യക്ക് നേരെ ശക്തമായ ആക്രമണങ്ങളാണ് അവർ നടത്തിയത്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈൽ റഷ്യയിലേക്ക് പ്രയോഗിക്കുകയും റഷ്യൻ സൈന്യം അത് തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു മാനക്കേടാണ്. തങ്ങളുടെ മണ്ണിൽ ഒരു വിദേശികളുടെ മിസൈൽ പതിച്ചിരിക്കുന്നു, അമേരിക്കയുടെയും ബ്രിട്ടന്റെയും. ഇപ്പോൾ ഇതാ ഈ ഫ്രാൻസും ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഫ്രാൻസിന്റെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ ഉക്രൈന് അനുമതി നൽകിയിരിക്കുന്നു. ഇതെല്ലാം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉക്രൈൻ സൈന്യം വെൽ പ്രിപ്പയർഡ് ആയി. അമേരിക്കയുടെയും ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും ഒക്കെ ആയുധങ്ങൾ അവർക്കുണ്ടായിരുന്നു. നാറ്റോയുടെ ശക്തി അവർക്കുണ്ടായിരുന്നു. അതാണ് റഷ്യ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഉക്രൈൻ നേടിയെടുത്തത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് റഷ്യയുടെ ഇന്റലിജൻസ് വിങ് ഉക്രൈനെതിരെ പ്രത്യേക നടപടി സ്വീകരിച്ചത്. ആദ്യമൊക്കെ ഈ കുട്ടികൾ പൊട്ടാസ് വെച്ച് കളിക്കുന്നത് പോലെ തീവ്രത കുറഞ്ഞ ആയുധങ്ങളാണ് റഷ്യ ഉപയോഗിച്ചത്. പിന്നീട് റഷ്യൻ സൈന്യം വാഗ്നർ സേനയും ചെച്നിയൻ സേനയും വലിയൊരു മുന്നേറ്റം തന്നെ നടത്തി. കിഴക്കൻ ഉക്രൈനിലെ പല പ്രദേശങ്ങളും പിടിച്ച് അവർ കീവ് പിടിക്കാൻ മുന്നേറുകയാണ്. അതിനിടയിലാണ് റഷ്യയിലേക്ക് ഈ മിസൈലുകൾ വന്ന് പതിച്ചിരിക്കുന്നത്. അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മാനക്കേടാണ്. ഈ സാഹചര്യത്തിലാണ് രണ്ടും കൽപ്പിച്ചിട്ടുള്ള ആക്രമണത്തിന് റഷ്യ മുതിർന്നത്. തങ്ങളുടെ പുതിയ മിസൈലുകൾ പരീക്ഷിക്കുന്ന പരീക്ഷണശാലയായി ഉക്രൈനെ റഷ്യ മാറ്റിയിരിക്കുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം. ആകാശത്തിലേക്ക് പരീക്ഷിക്കുകയല്ല റഷ്യ ചെയ്യുന്നത്, ഉക്രൈന് മേല് പരീക്ഷിക്കുകയാണ്, ഉക്രൈൻ സൈന്യത്തിൻ്റെ മേൽ. ആ പരീക്ഷണങ്ങൾ വലിയ വിജയമായി. ലോകത്ത് നടക്കുന്ന പരീക്ഷണങ്ങളാണ് റഷ്യ നടത്തിയത്. ഇപ്പോൾ ഇതാ ഹൂത്തി വിമതർ റഷ്യൻ സേനയ്ക്കൊപ്പം പോരാടാൻ എത്തിയിരിക്കുന്നു. ഉക്രൈൻ്റെ കാര്യം ഏകദേശം കട്ടപ്പുക തന്നെയാണ്. മാത്രമല്ല രണ്ടാം ശക്തി ഉരുത്തിരിയുന്നു ലോകത്ത്.